ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒക്ടോബർ 19 സൺഡേ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഈ പോകുന്നത് ഞങ്ങളെ 9th ഡിയുടെ സെക്കൻഡ് മീറ്റപ്പിനാണ്. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് 2024 ഡിസംബർ 15-നായിരുന്നു. അതിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഞങ്ങൾ ഈ രണ്ടാമത്തെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് സ്കൂളിലല്ല, നീലേശ്വരം കോട്ടപ്പുറത്തുള്ള ബേക്കൽ റിവേറയിലാണ്. അവിടുത്തെ ഒരു ഹൗസ് ബോട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഏരിയയിലേക്ക് തന്നെ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഇതിന് എങ്ങനെ വർണ്ണിക്കണമെന്ന് തന്നെ എനിക്കറിയില്ല. അത്രയ്ക്ക് അടിപൊളി സ്ഥലം. പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തു വെക്കാം. ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് റോയൽ പാലസ് ഹൗസ് ബോട്ടാണ്. ഇവിടെ ഇവർക്ക് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അകത്ത് കയറി ഒന്നും ഈ ഒരു പ്രോഗ്രാമിനും കൂടെ പഠിച്ച എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. കുറച്ചു പേരും അവരുടെ ഫാമിലിയാണ് ഉള്ളത്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. ഇതിന്റെ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഉണ്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം. പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു ഹാളുണ്ട് ഇതിൻ്റെ മുകളിൽ. ഞങ്ങൾ ഈ ഒരു ഏരിയയിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. റാഫി മാഷും കുട്ടികളും എന്ന ഈ പ്രോഗ്രാമിൻ്റെ രക്ഷാധികാരി റാഫി മാഷും സെക്രട്ടറി ഷാമയും പ്രസിഡന്റ് കൃപേഷും ട്രഷറർ നവീനുമാണ് അവിടെ ഇരിക്കുന്നത്.
ശ്യാമ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്ന് പറയാൻ പറ്റില്ല, ഒരു മാസത്തിൽ കൂടുതലായി ഇതിന്റെ പുറകെ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാലില്ലേ, കുറച്ചാളെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ്സിൽ തന്നെ വളരെ കുറവാണ്. അതിൽ കുറേ പേര് ഗൾഫിലാണ്. പിന്നെ കഴിഞ്ഞ വർഷം വന്നതിൽ കഴിഞ്ഞ തവണ വന്നതിൽ വരാത്ത പറഞ്ഞോ 4 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ റീൽസിന്റെ കാലമാണ്, റീൽസിന്റെ യുഗമാണ്. സെക്കൻഡുകളാണ് ആൾക്കാർക്ക് സമയം എന്ന് പറയുന്നത് കൊടുക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിജയം തന്നെയാണ്. കാരണം ഒരു ദിവസമാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലം എന്ന് പറയുന്നത് ആര് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതോ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു യുഗമാണ്. ആ യുഗത്തിൽ നിന്നാണ് നമ്മൾ ഒരു ദിവസം, അപ്പൊ അത്രമേൽ ഹൃദയത്തിൽ തട്ടിയ ആൾക്കാരായതുകൊണ്ടായിരിക്കാം നമ്മൾ ഒരു ദിവസം സന്തോഷിന്റെ നെയ്ബറിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അവിടെ. പിന്നെ രാത്രി സന്തോഷം ഫുൾ ടൈം അവിടെ. അപ്പൊ അത് ഒഴിവാക്കിയിട്ടാണ് സന്തോഷം വന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്ത് പറഞ്ഞാൽ നമ്മൾ ഇത്ര ആള് വന്നിട്ടുണ്ടെങ്കിൽ അത് പല സ്ഥലത്തു നിന്നാണ്. അതായത് നമ്മൾ ഒരു കാലത്ത് ഒരുമിച്ചിരുന്ന്, ഒരുമിച്ച് ചിന്തിച്ച്, ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് ചിരിച്ച് നടന്ന ആൾക്കാർ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പല സ്ഥലത്ത്, പല സാഹചര്യത്തിൽ, പല ജോലി അങ്ങനെ ചിന്തിച്ചിതറി കിടക്കുന്ന ഇവിടുന്നാണ് വന്നിട്ട് ഒരു ദിവസം ഈ തിരക്കുകൂടെ ലോകത്ത് നിന്ന് മാറ്റിവെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഇങ്ങനെ ഒന്നിച്ചുകൂടാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിന്യ, അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, വിന്യ കുറേ പണിയെടുത്തുകൊണ്ടാണ് പേരെടുത്ത് പറഞ്ഞത്. വിന്യ, ശ്യാമ പോലുള്ള ആൾക്കാരെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കൂടുന്നതല്ല. അപ്പൊ ഈ ആളെ കൂട്ടുക എന്ന് പറയുന്നത് ഇന്ന് സൗകര്യങ്ങൾ കുറെ കൂടുതലാണ്. വാഹന സൗകര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ എവിടെ ഉള്ളത് എന്ന് നമുക്ക് മാപ്പ് നോക്കി കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പൊ കാലഘട്ടം കുറെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് സമയമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. വീണ്ടും ആ 9D ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. 9D എന്ന് പ്രത്യേകിച്ച് പറഞ്ഞില്ല, 9D എല്ലാ ആൾക്കാരുണ്ടാവും. നമ്മൾ വീണ്ടും ആ ഭാഷ കുട്ടികളായിട്ട് മാറുകയാണ്. ചില സമയത്ത് ഞാൻ ഫോണെല്ലാം വിളിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ മനസ്സിലേക്ക് ഇപ്പോഴും ഇവർ കുട്ടികളായിട്ട് കുട്ടികൾ മാറാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വളരെ സ്നേഹവും ആരത്തിനായ സാറിനെ ക്ഷണിക്കാം. എനിക്ക് ഫോണാവാതെ സ്കൂളിൽ HM-ഇല്ല. HM-ന്റെ ചാർജ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. മറ്റന്നാൾ സ്കൂളിൽ ശാസ്ത്രമേളയാണ്. മോഡലുണ്ടാക്കാൻ ഇല്ലാതെ പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. ഇടയ്ക്ക് ഞങ്ങൾ വെച്ചിട്ട് കൊണ്ടേണ്ടി വന്ന് ക്ഷണിക്കാം. അപ്പോൾ ആദ്യമായി പ്രിയപ്പെട്ട ശ്യാമയുടെ ഹസ്ബൻഡായിട്ടുള്ള സുഭാഷ്, അതുപോലെ പ്രിൻസ് കണ്ണത്തന്നെ, അതോടൊപ്പം പിന്നെ രഞ്ജിത ദീക്ഷിത, അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വാഗതം. അപ്പോൾ രണ്ടാമത് വീട്ടിലാണ് വളരെ പെട്ടെന്ന് ഒരു വെച്ചുകൂടി. ആദ്യത്തെ ഒന്നിന് മാത്രമേ ചെറിയൊരു എന്താണ് കാലതാമസം ബ്രേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള അവർ ചെറിയ സമയത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ 9ാം ക്ലാസ് ഡിയിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. വീട്ടിൽ അമ്മ എങ്ങനെയാണ് ദോശ ഇട്ടിരുന്നത്, പിന്നെ എങ്ങനെയാണ് പിന്നെ അടുപ്പ് കത്തിച്ചിരുന്നത്, എങ്ങനെയാണ് അലക്കിയിരുന്നത് എന്നുള്ളത്, പിന്നെ വേറെ എന്തൊക്കെ ജോലിക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത്, അതേപോലെ പിന്നെ അരി ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ആ പണികളൊന്നും നമ്മൾ ആരും എടുക്കേണ്ടതില്ല. ആ പണികളൊന്നും ആരും എടുക്കേണ്ടതില്ല. വീട്ടിൽ ചാണകം കഴുകേണ്ട പണിയില്ല. അപ്പോൾ എന്നിട്ടും നമുക്ക് ആർക്കും വേണ്ടില്ല, സമയം ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ വാലിന് തീപിടിച്ച് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒന്നിച്ചിരിക്കുക, അതേപോലെ വർത്താനം പറയാം, പാട്ടുപാടുക, പിന്നെ അതിൻ്റെ കുറച്ച് ഓർമ്മകൾ കൈവറക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത്. പിന്നെ ക്ലാസ്സും നമ്മൾ 2-3 വർഷം
വർഷം ഒരുമിച്ച് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, സ്വന്തമായ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എല്ലാവരോടും ഓരോ ചെടി നടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ രൂപത്തിൽ നട്ടു വളർത്തിയിരുന്നെങ്കിൽ ഇത് വലിയ വടവൃക്ഷമായിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തണലിൽ തരുന്ന രൂപത്തിലേക്കൊക്കെ ആയിട്ടുണ്ടാവും. ആ സങ്കല്പത്തിലൊന്നും അന്ന് എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും ഞാൻ വന്ന സമയത്ത് ഓരോരുത്തരുടെയും വീട്ടിൽ ആ സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ. വീട്ടിൽ പോയാൽ ആദ്യം നോക്കുന്നത് സ്വന്തം ചെടി നട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയാണ്. അതിൽ വളരെ രസകരമായ ഒരു അനുഭവം പിന്നെ 1-2 വർഷം മുമ്പിലായിട്ടുള്ളത് 2008-2010 ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്സിലെ ഒരു ശ്രുതി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഒരു നെല്ലിക്ക തരാൻ വേണ്ടി. 2007 ഞാൻ തമിഴ്നാട് നിന്ന് തിരിച്ചു വരുമ്പോൾ അന്ന് ആ വർഷം ആണ് ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി കരോണടുപ്പ് സ്കൂളിൽ വെച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു പരിപാടി അവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. എൻ്റെ പേര് എൻ്റെ മരം എന്നുള്ളതാണ്. ഒരു പുസ്തകം ഉണ്ടായിരുന്നു, പിന്നെ അതിനെ പരിപാലിച്ച് ഓരോ ദിവസത്തെ മാറ്റങ്ങൾ എഴുതി വെക്കാനുള്ള ഉണ്ടായിരുന്നു. അത് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞങ്ങൾ +2 ആയിട്ടുണ്ടാവും ആ സമയത്ത് എങ്ങനെയാണ് തോന്നുന്നു. അപ്പം ആ വർഷം എല്ലാ പിന്നെ കുട്ടികൾക്കും, സംസ്ഥാനത്തെ മൊത്തം കുട്ടികൾക്കും ഓരോ മരങ്ങൾ കൊടുത്തു. പിന്നെ ചെടികൾ വളർത്തി ഓരോ ഇല വരുന്നതും ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ആ കൊല്ലം ഫുള്ളായിട്ട് പിന്നെ ആ ഒരു വർഷം 8ാം ക്ലാസ്സിൽ കുട്ടിയാണ് 8ാം ക്ലാസ്സിൽ ഇരുന്നത് വരെ കുട്ടികൾ 9-ൽ എത്തുന്നവരെ ഉള്ള ദിവസങ്ങൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിൽ വരുന്ന ജീവികളെ പറ്റി ഓർമ്മിക്കാൻ എഴുതാൻ വേണ്ടി കുറേ വിവരങ്ങളൊക്കെ അടങ്ങിയ ഒരു കുറിപ്പ്. അതിൻ്റെ പേര് എൻ്റെ മരം എന്ന് പറയുന്ന ഒരു ഡയറിയാണ്. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം മണ്ണെഴുത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിറകിൽ പിന്നെ നമ്മുടെയൊക്കെ ഗുരുവായ പപ്പൻ മാഷും അതേപോലെ ആനന്ദ മാഷും അങ്ങനെയുള്ള കുറേ ആളുകൾ പിന്നെ പറയും നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയപ്പെടാം ഏതെങ്കിലും ക്യാമ്പിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ പിറ്റേ 2007 എന്ത് ചെയ്യുന്നു, ഈ പരിപാടി കഴിഞ്ഞ് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസം ഞാൻ കാസർഗോഡ് നിന്ന് വിടുന്നു. പിന്നെ വന്നിട്ട് കോഴിച്ചാൽ സ്കൂളിൽ ഒരു 6 മാസം പിന്നെ അങ്ങ് ദൂരെ മലയോ എനിക്ക് തളിപ്പറമ്പ് നിന്ന് കാസർഗോഡ് വരുന്നതിനേക്കാൾ ദൂരെ പോകേണ്ട ഒരു സ്ഥലം കണ്ണൂർ ജില്ലയിലേക്കാണ് എന്നെ മാറ്റിയത്. ഇവിടെ അങ്ങ് ട്രെയിനിൽ കയറി 2 മണിക്കൂർ കൊണ്ട് എനിക്ക് വന്നിട്ട് പോയിരുന്നു. ഇത് 3 മണിക്കൂർ പോയാലും എത്താത്ത ഒരു സ്ഥലം. പിന്നെ അവിടെയാണ് ആദ്യം കെട്ടിയത്. അപ്പോഴല്ല പിന്നെ 2008 പിന്നെ മാർച്ച് ആവുന്നവരെ അവിടെ ജോലി ചെയ്തു. അതിൻ്റെ പിറ്റേത്തെ വർഷമാണ് കടന്നപ്പള്ളി സ്കൂളിലേക്ക് വന്നത്. ഈ കടന്നപ്പള്ളി സ്കൂളിൽ ഒരു കുട്ടീൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രുതി എന്നെ വീട്ടിലേക്ക് വിളിച്ചു ഈ അടുത്ത കാലത്ത്, പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞു. അപ്പം ആ 9ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ക്ലാസ്സിൻ്റെ കുട്ടികളുടെ അടുത്ത് പോയ പോലെ അവരുടെ പരിസ്ഥിതി ക്ലബിലെ ഒരു എക്കോ ക്ലബ് ഉണ്ടായിരുന്നു, അതിൽ മെമ്പേഴ്സായിരുന്നു. അവരുടെ വീട്ടിൽ പോയി. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ഇവരുണ്ടാകുമ്പോൾ ഈ കൊടുത്ത എൻ്റെ മരം എന്തായി നോക്കില്ല. അന്ന് നോക്കുമ്പോൾ പല കുട്ടികളുടെയും മരം അവരെക്കാൾ വലുതായി. പിന്നെ ഏറ്റവും ക്ലാസ്സിലെ നിങ്ങളുള്ള കുട്ടിയായിരുന്നു, ഓർമ്മ വരുന്നില്ല, ഇപ്പൊ പോലീസിലാണ്. അവനേക്കാൾ വലുതായിട്ടുണ്ട്. പിന്നെ അവന്റെ വീട്ടിലുള്ള ഒരു മരം, അങ്ങനെ ഓരോരുത്തരുടെ മരവും ഫോട്ടോ ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രുതിയുടെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഒരു നെല്ലി മരമായിരുന്നു. അപ്പോൾ ശ്രുതി വിളിച്ചത് കുറേ വർഷം കഴിഞ്ഞിട്ട് വിളിച്ചത് അതിൽ കാഴ്ച നെല്ലിക്കയിൽ ഒരെണ്ണം എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ നെല്ലിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു മധുരം എന്ന് പറയുന്നത് അതൊന്ന് പ്രത്യേകം. അതുപോലെ ഈ കഴിഞ്ഞ വിഷുവിന്റെ തലേ ദിവസം നേരത്തെ മറ്റൊരു കുട്ടി വരികയുണ്ടായി. ആ കുഞ്ഞിന്റെ പേര് പിന്നെ പ്രജീഷ് എന്നുള്ളതാണ്. വിഷുവിന്റെ തലേ ദിവസം സംക്രമത്തിന്റെ അന്നാണ് വരുന്നത്. സംക്രമത്തിന്റെ അന്ന് വരുമ്പോൾ അവനൊരു സഞ്ചി നിറയെ മാങ്ങയായിട്ടാണ് വരുന്നത്. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് മാഷെ പിന്നെ ഈ മാങ്ങ തരാനാണ് ഞാൻ വന്നത്. അപ്പോൾ അന്ന് 8ാം ക്ലാസ്, ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാഷിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ എല്ലാ വീട്ടിലും മാഷ് പോയിട്ട് കുട്ടികളെ കൂടെ എന്താണ് ചെടിയുടെ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് വിദ്യാഭ്യാസം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണെന്ന് കാണിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് വല്ലാതെ വിഷമമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ മാറി നിൽക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ മരം ഉണങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കൂടെ പിന്നെ എൻ്റെ മരത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിർത്തില്ല. ഈ പ്രശ്നം പിന്നെ എൻ്റെ അടുത്ത് എത്തിയാൽ ഞാൻ പറഞ്ഞു വീട്ടിലെല്ലാം നടന്നു നോക്കുക. അവിടെ പിന്നെ എന്താണ് നമ്മൾ കഴിഞ്ഞ വർഷം പിന്നെ മാങ്ങയുടെ 2 ചാടി ഉണ്ടാവും. അപ്പോൾ മുളച്ചത് ഒരു മാങ്ങ തീയെടുത്ത് വെച്ചിട്ട് കുട്ടി അതേപോലെ പോയി വരും. ആ മാവിൽ നിറയെ മാങ്ങ കഴിക്കും. വലിയ മാങ്ങ, പിന്നെ അവിടെ കണ്ണവര മാങ്ങ, പിന്നെ കുട്ടിയാട്ടർ മാങ്ങ എന്നൊക്കെ പറഞ്ഞ മാങ്ങ. അതാണ് ഒരു സഞ്ചി നിറയെ എടുത്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന മനസ്സിൽ പിന്നെ തരുന്ന പിന്നെ ഇതെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് എന്താണ് 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം, 10 കുളങ്ങൾക്ക് പിന്നെ തുല്യമാണ് ഒരു തടാകം, 10 തടാകങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം എന്നുള്ളതാണ് പിന്നെ ഉപനിഷത്തിലെ ശ്ലോകം. അപ്പോൾ ആ ഒരു പിന്നെ നമ്മളതിനെ കാണുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അത്തരം നിങ്ങളുടെ വീട്ടിലേക്കുള്ള സന്ദർശനങ്ങളും ഒക്കെയാണ്. അതിലുപരി ഞാൻ ആദ്യമായിട്ട് പിന്നെ സ്കൂളിൽ ജോലി ചെയ്താൽ വരുന്നത് പരവണത്താണ്. അന്ന് 8 ഡിയിലുള്ള മക്കളാണ് നിങ്ങൾ പലരും. കുറച്ച് പേര് അപ്പുറത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് 8ലുണ്ടായിരുന്ന കുറച്ച് പേര് മാറിയിട്ട് മറ്റേ 8ാം ക്ലാസ്സിൽ നിന്ന് വന്ന കൂട്ടത്തിലാണ് പ്രദേശം 2 ആളുകൾ 8ാം ക്ലാസ്സിൽ നമ്മളെ കൂടെ ഇല്ലാത്ത ആളുകളാണ്. ആ 9ാം ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ഓണം വെക്കേഷന് ഒരു ദിവസം സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടെന്നറിയില്ല. ഓണം വെക്കേഷൻ സ്പെഷ്യൽ ക്ലാസ് പിന്നെ ഉള്ള ദിവസം പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരികയാണ്. രാവിലെ സ്കൂളിൽ വന്നു 14
നമുക്ക് ക്ലാസ് റൂം ബീച്ചിലേക്കാണ് പോയത്. കീഴൂർ ബീച്ചിൽ പോയിട്ട് പിന്നെ ഈ പുഴയും കടലും ചേരുന്ന ആ സ്ഥലത്ത് പോയിരിക്കുകയും പിന്നീട് തിരിച്ചു വരുമ്പോൾ കോട്ടയം കണ്ട് തിരിച്ചു വരുന്ന ഒരു യാത്ര. ആ യാത്രയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. നമ്മൾ അഭിലും വെള്ളമൊക്കെ കുഴച്ചിട്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിൽ ഓർമ്മ. അത്തരം യാത്രകളാണ് അന്നും ഇന്നും കുട്ടികളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു ഫീലിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതലും പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല. പിന്നെ സ്മരണകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വരേണ്ടതാണ്. എന്തായാലും നമ്മുടെ ഈ ബോട്ടിലേക്ക് ഇപ്പോൾ അതിൻ്റെ ജീവനക്കാരെയൊക്കെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്തായാലും പിന്നെ നല്ല പഴമ്പൊരിയൊക്കെ എല്ലാവരും ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നല്ലൊരു കൂട്ടായ്മയായി മാത്രമല്ല ഇതിനകം തന്നെ 1-2 ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെറുതെ ആഹ്ലാദിക്കലും വെറുതെ എന്താണ് പിന്നെ മെറിനേക്കിങ്ങിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കൂട്ടത്തിലും പുറത്ത് സമൂഹത്തിലും കഷ്ടപ്പെടുന്നവരെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ വളരെ ചെറുത് കണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ കൂട്ടായ്മ. അപ്പോൾ അതിനുവേണ്ടി കൂടി പിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ് നമ്മൾ ആ സമയത്ത് തന്നെ കുറെ എത്രയോ അതായത് നമുക്ക് വായിക്കാൻ അറിയാത്ത മറ്റുള്ള പത്രം വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രിക്കറ്റിനോട് നല്ല താല്പര്യമുള്ളതുകൊണ്ട് ആ പേജ് മാത്രം വായിച്ചു. അപ്പോൾ അതിനുള്ള കാണാൻ ഫോട്ടോ കിട്ടുന്നില്ല. അപ്പോൾ ഫോട്ടോ വായിക്കുന്നില്ലെങ്കിലും മാസ്റ്റർ തീർച്ചയായും സാറ് വായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇത് മാസ്റ്റർ കൈമാറുന്നത് നമ്മളിതിൻ്റെ സെക്രട്ടറിയുടെ ക്ഷാമയാണ്. അപ്പോൾ കൈമാറാൻ വേണ്ടി ക്ഷാമയും ഏറ്റുമാറാൻ വേണ്ടി മാസ്റ്റർ സാറേ ശ്രമിക്കാം. ഫോട്ടോ എടുത്തോട്ടോ. ഇങ്ങനെ എല്ലാ തവണയും ഉപകാരം തന്നിട്ട് പിന്നെ അടുത്ത തവണ നമ്മൾ സ്കൂളിൽ പഠിച്ചാള് ഒരു കലാപരിപാടി അവതരിപ്പിക്കാം. വേണ്ടമ്മാന്ന് വേണ്ട. കായൽ എന്ന് പറയുന്ന ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായലിൽ കൂടിയാണ്. നേരത്തെ നമ്മൾ കയറിയിരുന്നത് ബോട്ടിൽ കയറിയത് നീലേശ്വരം പുഴ, അതായത് കാഞ്ഞങ്ങാടിന്റെയും നീലേശ്വരത്തിന്റെ ഇടയിൽ ഉള്ള ഒരു പുഴ. പിന്നെ കരയിൽ ഭാഗത്തേക്ക് ഒഴുകി വരുന്നതാണ്. അങ്ങ് ഗുരുവനം മടിക്കൈ ഭാഗത്താണ് ആ തോട് പുഴയൊക്കെ. അങ്ങനെ വന്ന് അത് ഹൈവേ ക്രോസ് ചെയ്യുന്നത് നീലേശ്വരത്തെ വെച്ചാണ്. അതിങ്ങനെ വന്നിട്ട് നേരെ കടലിലേക്ക് പോവാതെ നമ്മുടെ ഒരു ജലാശയമുണ്ട്, ഒരു തണ്ണീർത്തടം. അതിനകത്തേക്കാണ് ആ തണ്ണീർത്തടമാണ്. അപ്പൊ ബാക്കി കാര്യം ഞാൻ പിന്നെ ഒരു 4 വരി പാട്ട് അത്രേ ഉള്ളൂ. സിനിമ പാട്ട് എന്തായാലും കുഴപ്പമില്ല, 4 വരി. ഇനി മക്കളെ കൂട്ടിയിട്ട് പാടുന്നെങ്കിൽ അങ്ങനെ പാടിക്കോളൂ. ഇവിടെ മ്യൂസിക് ക്യാപ്പ് പോലത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ
ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളിരയിൽ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു കല്യാണാലങ്കാരം ഇന്നെ വീട്ടിലു കണ്ണീരാണ്ടി തിരികൾ തെളിച്ചു തീമന്തത്തിലെന്നെ വരച്ച് കന്തിക്ക് തിരികൾ തെളിച്ചു തീമന്തത്തിലെന്നെ വരച്ച് നീ എന്റെ ശ്വാസക്കാറ്റിൽ കുളിന്നെന്നറിയാം കിളിയണയിൽ നോവിൽ മഞ്ഞു പതിക്കില്ലെന്നറിയാം കിളിയണയിൽ നോവിൽ മഞ്ഞു പതിക്കില്ലെന്നറിയാം കുമ്പപ്പൂ പോലെ കിരിച്ചു പുഞ്ചപ്പാല കാറ്റു കിടച്ചു എന്റെ കൂടെ ചേർന്നറിയാം കസൽ ഈ പാടിക്കോ. ഈ പട്ടണ നടുവിൽ പടയോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം പാപികളായി കടുകടോര ചിടു ശരണമാട് ശരി ശരണമാട് ശിവനെ ിട്ടം വന്നതുപോലെ മനുഷ്യരെ കറക്കും തളിക കുഞ്ചപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി ഇത് മകരന്ത് മാടി മനസ്സിൽ അകലാനുള്ളൊരു ഭാവം എന്നെ പിരിയാനുള്ള വിചാരം ഏത് മൂഡ് അത് പാട്ടല്ലേ അത് തിരിയാൻ കടലിന്റെ കരളിനാകുമോ നിന്റെ കനാണിന്നുള്ളിലോല മനസ്സിൽ അകലാനുള്ളൊരു ഭാവം എന്നെ പിരിയാനുള്ള വിചാരം സജിയാണ് സജി ദീക്ഷിത ജോഡികളാണ് ആവേശകരമായ ബലംകുട്ടികൾ മത്സരത്തിൽ വിജയിയായിട്ടുള്ളത്. ഇനി പൊട്ടിക്കണമെന്നില്ല. ഓക്കെ പൊട്ടിച്ചോളൂ
കിച്ചാങ്കിരികിരി. അങ്ങനെ തന്നെ പറയുന്നത്. കിച്ചാങ്കിരികിരി കിരികിരി കിരികിരി കിച്ച കിച്ചാങ്കിരികിരി കിരികിരി കിച്ച കിച്ചാങ്കിരികിരി കിരികിരി കിച്ച കിച്ചാങ്കിരികിരി കിരികിരി കിച്ച കിച്ചാങ്കിരികിരി കിരികിരി കിച്ച കിച്ചാങ്കിരികിരി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു 3:30 വരെയായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.